എൻ്റെ അമ്മയാണ് സ്വർണം മുഴുവൻ ഓരോരുത്തർക്കും നമ്മൾ 4 പവൻ വീതം കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഗോൾഡ് കൊടുത്ത് അത് പുതിയ സ്വർണമാക്കി അമ്മയാണ് അതെല്ലാം ചെയ്തേക്കുന്നത്. അല്ല, മകന് എന്താണോ ആഗ്രഹം അത് സബലീകരിക്കുക എന്നുള്ളതാണ് അമ്മയുടെ ആഗ്രഹം. അമ്മയ്ക്ക് 84 വയസ്സായി. അമ്മ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നുണ്ട്. അമ്മയാണത്. നമ്മൾക്ക് വെറുതെ ആർഭാടമായിട്ട് നമ്മൾ ചെലവാക്കാതെ സമൂഹത്തിൽ നമ്മുടെ ഉയർച്ചയോടൊപ്പം നമ്മുടെ സമൂഹവും ഉയരണം. ഞാൻ ഇപ്പോഴും മക്കളോടും പറയുന്നത് അവരുടെ മക്കൾക്ക് ഇതേമാതിരി അവരും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഗാന്ധിഭവനെ ഏൽപ്പിച്ചപ്പോൾ വലിയ അഭിമാനം തോന്നി. ഇപ്പം ഗാന്ധിഭവനെ ഇത് പാലക്കാടാണ് നമ്മൾ നിൽക്കുന്നത്. പാലക്കാട്ട് നിന്നും മണികണ്ഠൻ സാർ ഒരു ദിവസം ഗാന്ധിഭവനെ തേടിയെത്തുകയാണ്. അതിന്റെ കാരണം ഗാന്ധിഭവൻ ഒരുപാട് സമൂഹ വിവാഹങ്ങൾ ഇതിനോടകം നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വിവാഹത്തിന് മണികണ്ഠൻ സാറ് ഗാന്ധിഭവനിൽ വരുന്നത് എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരുപാട് സമൂഹ വിവാഹങ്ങളൊക്കെ നടത്തിയിട്ടുള്ളതായി ഞാൻ അറിയുന്നു. അതുകൊണ്ട് എൻ്റെ മകൻ്റെ വിവാഹത്തോട് അനുബന്ധിച്ച് കുറച്ച് വെറും പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹിതരാക്കണം. അതിന് ഗാന്ധിഭവന്റെ സഹായം ചെയ്യണം. ഈ പാവപ്പെട്ട പെൺകുട്ടികളെ കണ്ടെത്തണം. അവർക്ക് അനുയോജ്യമായ വരന്മാരെ കണ്ടെത്തണം. കണ്ടെത്തിയാൽ ഞാൻ അവർക്ക് നല്ലതുപോലെ സ്വർണം, വസ്ത്രം, അവർക്ക് വാഹന ചെലവ്, അവർക്ക് പോക്കറ്റ് മണി, ഒരു പ്രൗഢമായ വിവാഹ ചടങ്ങും സദ്യയും എല്ലാം ഒരുക്കാം. ആദ്യം അത് കേട്ടപ്പോൾ അത്ഭുതം തോന്നി. ഈ പാലക്കാട്ട് നിന്ന് ഈ മനുഷ്യൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ചോദിച്ചറിഞ്ഞപ്പോഴാണ് അദ്ദേഹം നിരവധിയായ സ്ഥാപനങ്ങളും സംരംഭങ്ങളും അദ്ദേഹത്തിൻ്റെ ആഭിമുഖ്യത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ കഠിന പ്രയത്നം കൊണ്ട് തന്നെ ഉയർന്നു വന്ന ഒരു വ്യക്തിത്വമാണ് മണികണ്ഠൻ സാറ്. അപ്പം അതുകൊണ്ട് ജീവിതത്തിലെ ദുരിതങ്ങൾ അനുഭവിക്കുകയും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് തന്നെ അദ്ദേഹം ആഗ്രഹിച്ചു തൻ്റെ മകൻ്റെ വിവാഹത്തോടനുബന്ധിച്ച് കുറച്ച് പെൺകുട്ടികളുടെ വിവാഹം ചെയ്യണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ആഗ്രഹം. അപ്പോൾ ആഗ്രഹത്തോടൊപ്പം കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഗാന്ധിഭവൻ തീരുമാനിച്ചത്. എല്ലാ സാമ്പത്തിക കാര്യങ്ങളും അദ്ദേഹം മുടക്കുന്നു. ഇന്നലെ മകൻ്റെ കല്യാണമായിരുന്നു. 4 പവൻ സ്വർണം അദ്ദേഹം നൽകുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു ഫാമിലിക്ക് അത് തന്നെ അത് അദ്ദേഹത്തിൻ്റെ ആ വലിയ മനസ്സ്. ഈ സ്വർണ്ണം ഏതായാലും അവർക്കൊരു കരുതല. ഈ ദമ്പതികൾക്ക് അവർ സൂക്ഷിച്ചാൽ എന്നും അവർക്കൊരു അസറ്റാണ്. ഇന്നത്തെ വിലയ്ക്കൽ 4 പവൻ്റെ സ്വർണവും അതുപോലുള്ള മറ്റെല്ലാ കാര്യങ്ങളും ഈ അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണത്തിന് അദ്ദേഹം എത്രമാത്രം താല്പര്യമെടുത്തോ, എത്രമാത്രം അദ്ദേഹം സ്വപ്നം കണ്ടോ അതിൻ്റെ ഇരട്ടിയായി ഈ പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി അദ്ദേഹം ചിന്തിക്കുന്നു എന്നുള്ളത് വലിയ മനസ്സാണ്. അദ്ദേഹത്തിന് നമ്മുടെ ഒപ്പം ചേർന്ന് കിട്ടാൻ ഗാന്ധിഭവനോടൊപ്പം അദ്ദേഹം ചേർന്നതിൽ ഗാന്ധിഭവൻ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ മഹത്വം തന്നെ ആ മാതൃസ്നേഹമാണ്. ഇപ്പം നമുക്കറിയാം, ഞങ്ങൾ ഗാന്ധിഭവൻ അനുഭവിക്കുന്നതാണ് എത്രയോ അമ്മമാരെയാണ് പുറത്താക്കിയ അമ്മമാർ കരഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോഴ് ഈ അമ്മയാണ് ദൈവമെന്ന് കണക്കാക്കുന്ന ഒരു മകൻ, അത് നമ്മുടെ സമൂഹത്തിനൊരു മാതൃകയാണ്. അതുപോലെ തൻ്റെ മകൻ്റെ വിവാഹത്തോടൊപ്പം തന്നെ പാവപ്പെട്ട ഇത്രയും പെൺകുട്ടികൾക്ക് ചുമ്മാ കല്യാണം കഴിച്ച് വിടുകയല്ല. ഈ ഓഡിറ്റോറിയം ഇവിടുത്തെ ഏറ്റവും വലിയ ഓഡിറ്റോറിയമാണ് ഈ പേഴ്സണാലിറ്റി ഓഡിറ്റോറിയം, ഈ പാലക്കാട്ടെ. ഇവിടെ ഒരുക്കി അത് അദ്ദേഹം മാതൃകയാവുന്നു. സ്വർണം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ചെറുപ്പകാലം നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ടിട്ട് എന്താണ് വിവാഹത്തിൻ്റെ പ്രയാസങ്ങള് ഇത് നമ്മളെ പഠിപ്പിച്ചു തന്നതാണ്. എനിക്ക് 4 പെങ്ങന്മാരാണുള്ളത്. ഈ 4 പെങ്ങന്മാരുടെയും മൂത്ത പെങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള 3 പെങ്ങന്മാരുടെയും വിവാഹം ഞാൻ തന്നെയാണ് കഴിച്ചിട്ടുള്ളത്. അവർക്ക് എല്ലാവർക്കും അന്ന് ഞാൻ ഇവരുടെ എല്ലാം വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പല ആൾക്കാരുടെ കയ്യിൽ നിന്നും കടം വാങ്ങിയിട്ടാണ് അന്ന് ഞാൻ കഴിച്ചിട്ടുള്ളത്. അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ 25 വർഷമായി. എങ്കിലും അച്ഛൻ അവരുടെ കല്യാണ സമയത്ത് ഉണ്ടായിരുന്നു. എന്നാലും അച്ഛന് എന്തോ കാരണം കൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ നിർഭാഗ്യം കൊണ്ട് അച്ഛൻ വളരെയധികം താഴോട്ട് പോയി. പക്ഷെ അച്ഛൻ നല്ലൊരു ഉയർന്ന നിലയിലായിരുന്നു അച്ഛൻ ഉണ്ടായിരുന്നത്. അപ്പൊ അത് ആ ഭാഗ്യക്കേട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അവിടേക്ക് എത്താൻ സാധിച്ചില്ല. അപ്പൊ അത് എനിക്കൊരു മോട്ടിവേഷൻ ആയിരുന്നു.
ഉയർന്നു വരണം, മറ്റുള്ളവർക്ക് സഹായിക്കണം എന്നുള്ള ഒരു ഇതുണ്ടായി. ഇതിലെല്ലാത്തിനും ഞാൻ പലവർക്കും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോ എൻ്റെ മകന്റെ വിവാഹത്തിന് ഞാൻ ഇങ്ങനെ ചെയ്യണം, 10 പേർക്ക് വിവാഹം നടത്തണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പത്തനാപുരത്തെ സമീപിക്കുകയും ഗാന്ധി ഭവനെ സമീപിക്കുകയും അവർ അത് ഏറ്റെടുക്കുകയും അവർക്ക് ശരിക്കും പറഞ്ഞ 9 എണ്ണത്തിലായിട്ടില്ല. ഒരു പേര് പിന്നെ അവർക്ക് ലാസ്റ്റില് എത്താൻ പറ്റിയില്ല. അങ്ങനെയാണ് ഈ 8 എണ്ണത്തിൽ നിന്നത്. കഷ്ടത അനുഭവിക്കുന്ന ആൾക്കാർക്ക് തന്നെ ആയിരിക്കണം എന്നൊരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. അപ്പൊ അത് അവര് സെലക്ഷൻ ചെയ്യുകയും അത് നമ്മൾ ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്യുകയും ഞങ്ങൾ അങ്ങനെ ഡിസൈഡ് ചെയ്യുകയും ആണ് ഉണ്ടായത്. ഇങ്ങനെ ആഗ്രഹം വീട്ടിൽ പറഞ്ഞപ്പോൾ വീട്ടിലുള്ള പ്രതികരണം? വീട്ടിലെന്റെ ഭാര്യ, അത് എൻ്റെ ഒരു അസറ്റാണ്. എൻ്റെ ജീവിതത്തിലെ എല്ലാറ്റിലും എന്ത് പറഞ്ഞാലും അതിനൊരു ആ ഭാഗത്തിൽ നിന്ന് ഒരു തടസ്സങ്ങളും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അതാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ പുണ്യം. ഒരു എന്ത് പറഞ്ഞാലും നോ എന്നില്ല. അപ്പോ അത് മാത്രമല്ല, മക്കൾക്കും എനിക്ക് 2 മക്കളാണ്, ഒരു മോനും ഒരു മോളും. മോന്റെ കല്യാണമാണ് ഇന്നലെ കഴിഞ്ഞു, ഇന്ന് റിസപ്ഷൻ ആണ്. അതുകൊണ്ടാണ് ആ റിസപ്ഷൻ ടൈം തന്നെ ദിവസം തന്നെ അതേ മണ്ഡപത്തിൽ വെച്ചിട്ട് തന്നെ ഞാൻ അവർക്ക് ആ 8 പെൺകുട്ടികൾക്ക് അവരുടെ ജീവിതം ധന്യമാവാൻ വേണ്ടി മറ്റുള്ള ആർഭാടങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഇത് ചെയ്തത്.